ഇന്ന് രാമായണം 3-ാം ദിവസം. നമുക്ക് വേണ്ടി വായിക്കുന്നത് പാർവതി തിരുവില്ലാമലയാണ്. ഡോക്ടർ പാർവതി തിരുവില്ലാമല. പാർവതി, ഇറ്റ്സ് ഓൾ യുവേഴ്സ് നൗ. ഗജാനനം ഭൂതഗണാഭിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉപാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ. സന്തോഷാശുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാന്തിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉത്ഥാനം ചെയ്തു മുഖരഞ്ജലി ബന്ധത്തോടും വ്യക്തമായ ഒരു കുടകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗർഗത വർണ്ണത്തോടും അദ്വൈനായോരനാദ്യ സ്വരൂപിനെ കണ്ടു സദ്യോജാതാനന്ദാഭിമഗ്നയായി സ്തുതി ചെയ്താൾ. അഹല്യാസ്തുതി. ജ്ഞാനവോ കൃതാർത്ഥയായേ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്നപാം സുലേശനിന്നെനിക്കല്ലോ. സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താലോ ബഹുകൽപകാലം ആരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്ന ദേവം. ആനന്ദമയനായോരതി മായികൻ പൂർണ്ണൻ ന്യൂനാതിരേക ശൂന്യൻ അജലനല്ലോ ഭവാൻ. ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളിൽ സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും ത്വൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും ത്വൽപാദ സ്പർശം ഇപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചൊരു പൂരുഷം ദേവം. ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യമവ്യയം ഭജിച്ചിടുന്നേ നിത്യം ഭക്തൈവമച്ചാരയും ഭജിച്ചിടുന്നേയില്ല. യാതൊരു പാദാംബുജമാരായുന്നിതോ വേദം. യാതൊരു നാവി തന്നിലുണ്ടായി വിരിഞ്ചനം. യാതൊരു നാമം ജപിക്കുന്നിതോ മഹാദേവൻ. ചേതസാസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേ. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്ന് അൻവഹം കീർത്തിക്കുന്നു. കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ. ആദ്യൻ അദ്വയനേരൻ അവ്യക്തൻ അനാകുലൻ വേദ്യനല്ലാരാലും എന്നാലും വേദാന്ത വേദ്യൻ. പരമൻ പരാപരൻ പരമാത്മാവു പരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തിനാഥൻ. പുരുഷൻ പുരാതനൻ കേവല സ്വയം ജ്യോതി സകല ജരാചര ഗുരു കാരുണ്യമൂർത്തി. ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടു ഭുവനത്തിങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ. അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം ഇങ്ങനെ ഭക്ത്യാ ഭജിച്ചിടുന്നേ മനസ്സി ഞാൻ. സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുത്ഭവ സ്ഥിതി സംഹാരാദികൾ ചെയ്യുവാൻ അഖണ്ഡൻ. ബ്രഹ്മ വിഷ്ണു രുദ്രനാമങ്ങൾ പൂണ്ടു വേദരൂപങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി. വേദാന്ത വേദ്യൻ മമ ചേതസി വസിക്കണം. രാമ രാഘവ പാദപങ്കജം നമോസ്തുതേ. ശ്രീമയം ശ്രീദേവി പാണിദ്വയം പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ അനുഗ്രേയം. മാനാർത്ഥം മൂലകമാക്രാന്ത ജഗത്രയം. ബ്രഹ്മാവിൻ കരങ്ങളാൽ ചാളിതം വന്യമം നിർമ്മലം ശംഖചക്ര കുരിശമത്യാഗിതം. മന്മനോനിയേതനം കൽമഷ വിനാശനം നിർമ്മലാത്മനാം പരമാസ്പദം നമോസ്തുതേ. ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാതിഭൂതനായതും ഭവാനല്ലോ. സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ. നിർവികാരാത്മാ സാക്ഷിഭൂതനായതും ഭവാൻ. അജനനവ്യേൻ ഭവാൻ അജിതൻ നിരഞ്ജനൻ. വജസാമൃതം വിഷയമല്ലാതൊരാനന്ദമല്ലോ. വാച്യവാചകോ ഭയഭേദേന ജഗന്മയൻ. വാച്യനായി വരേണമേ വാക്കിനോ സദാ മമ. കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായ ബഹുവിധ രൂപയാതോന്നിക്കുന്നു.
കേവലമെന്നാകിലും നിന്തിരുവടിയതോ സേവകന്മാർക്ക് പോലും അറിവാനരുതല്ലോ. വന്മായാ വിമോഹിത ചേതസാമജ്ഞാനിനാം വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടല്ലോ. മാനത്തെ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷനെന്നു കൽപ്പിച്ചിടുപോലെ ജ്ഞാനികൾ പുറത്തുമകത്തും എല്ലാടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നതോ നിത്യം നിന്തിരുവടിയല്ലോ. ഉത്തനദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ഉത്തനവ്യക്തൻ ശാന്തന സങ്കൽ നിരാകാരൻ തത്വാദിഗുണത്രയ യുക്തയാം ശക്തിയുക്തൻ സത്വങ്ങളിൽ വാഴും ജീവാത്മായ നാഥൻ ഭക്താനാം മുക്തിപ്രദൻ യുക്താനാം യോഗപ്രദൻ ഭക്താനാം മുക്തിപ്രദൻ സിദ്ധാനാം സിദ്ധിപ്രദൻ തത്വാധാരാത്മാദേവൻ സകല ജഗന്മയൻ തത്വജ്ഞൻ നിരുപമൻ നിഷ്കളൻ നിരഞ്ജനൻ നിർഗുണൻ നിശ്ചലൻ നിശ്ചഞ്ചലൻ നിർമ്മലൻ നിരാധാരൻ നിഷ്ക്രിയൻ നിഷ്കാരണൻ നിരഹങ്കാരൻ നിത്യൻ സത്യജ്ഞാനാനന്ദാനന്ദാമൃതാത്മകൻ പരൻ സത്താമാത്രാത്മാ പരമാത്മാ സർവാത്മാ വിഭു സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതനാദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായി അന്ധയായുള്ളൊരു ഞാൻ എങ്ങനെ അറിയുന്നു. നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമഃ. എത്ര പുത്രാഭി വസിച്ചിടലോ എല്ലാ നാളും പോൽ തളിരടികളിലടക്കം വരാതൊരു ഭക്തിയുണ്ടാക വേണമെന്നൊഴിഞ്ഞവരും ഞാൻ അർത്ഥിച്ചിടുന്നേ നില്ല. നമസ്തേ നമോ നമഃ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തുതേ. സമസ്ത കർമാർപ്പണം ഭവതി കരോമി ഞാൻ സമസ്തമപരാധം സമസ്തകൽപരേ. ജനന മരണ ദുഃഖാവഹം ജഗന്നാഥം ദിനനായ കൂടി സദൃശപ്രഭം രാമം കരസാരസയുഗ സുഹൃത ശരചാപം കരുണാകരം കാളജലദഭാസം രാമം കനകരിതിരാംബരം രമാപരം കനകോജ്വലരത്നകുണ്ടലാഞ്ചിതഖണ്ഡം കമലദലലോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാ രാമമീതേ. പുരതസ്ഥിതം സാക്ഷാത് ഈശ്വരം രഘുനാഥം പുരുഷോത്തമം കൂട്ടി സ്തുതിച്ചാൽ ഭക്തിയോടെ. ലോകേശാത്മജയാകും അഹല്യദാനം പിന്നെ ലോകേശ്വരാനുജ്ഞയാ പൂർവപവിത്രയായി ഗൗതമനായ തന്റെ പതിയെ പ്രാപിച്ചുരനാദിയും കേട്ടു വസിച്ചിടിനാൽ അഹല്യയും സ്തുതി ഭക്തിയോടെ ലഭിച്ചിരുന്ന പുമാൻ ശുദ്ധനായ ാഭിക്കുമത്രയല്ല വരുമൈക സൗഖ്യം പുരുഷന്മാർക്കു നൂനം. ഭക്യാനാഥനെ എഴുതി സന്നിധാനം ചെയ്തുകൊണ്ട് സ്തുതി ജപിച്ചീരിൽ സാധിക്കും സകലവും. പുത്രാർത്ഥി ജപിക്കലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീരിലും അർത്ഥമുണ്ടേ അർത്ഥഭൂമേറ്റമുണ്ടാം. ഗുരുതൽപകൻ കനകസ്ഥിരി സുരാപായി ധരണീസുരഹന്താപിതമാതൃഹാഭോഗി പുരുഷാതമനേറ്റം അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത്യാ. ജപിച്ചാതരാൽ വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം. സതൃപ്തനെന്നായുതിൽ പറയണമോ മോക്ഷം സദ്യ സംബന്ധിച്ചിടും സന്ദേഹമില്ലേതും. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോട് ഈ വണ്ണമരുൾ ചെയ്താൻ. സീതാസ്വയംവരം. ബാലകന്മാരെ പോകമിഥിലാപുരിക്കുനാം കാലവും വൃഥാ കളഞ്ഞിടുവരുതല്ലോ. യാഗവും മഹാദേവ ചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കുദാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം പൊക്കു. മുനി നായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിരുന്നതു കേട്ട നേരം മനസ്സിൽ നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനക മഹീപതി സംഭ്രമ സമന്വിതം പൂജാസാധനങ്ങളും എടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന് രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും. ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ടു മന്ദിച്ചീടിന ജഗദേക സുന്ദരന്മാരാം ഇവരാരെന്നു കേൾപ്പിക്കണം.
നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ. വിശ്വാമിത്രനോ മതു കേട്ടരുൾ ചെയ്തിടിനാൻ, വിശ്വസിച്ചാലും മമവാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നുകൂട്ടിക്കൊണ്ടു പോന്നീടിനേനിതുകാലം. കാടകം ബുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജരജ സൃഷ്ടി കൊണ്ട് അഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനാൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടണം. ഇത്തരം വിശ്വാമിത്രൻ തന്നുടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടു കുരുന്നീകൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നുടെ സജീവനെ വിളിച്ചു നിയോഗിച്ചാൻ. ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ. അന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ, രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലവനിവൻ മമനന്ദനെന്നു നൂനം. എല്ലാം ഈശ്വരൻ എന്നെ ചൊല്ലാവിതനിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുകെന്നരുൾ ചെയ്തു മുനി. കിങ്കരന്മാരെ നിയോഗിച്ചിതു മഹീന്ദ്രനും ഹൂങ്കാരത്തോട് വന്നു ചാപവാഹകന്മാരും. സത്രമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തുകൊണ്ടുവന്നാൽ. ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നിതു മന്ത്രീന്ദ്രനും. ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു ചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ. വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം. ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം. നിന്നരുളുന്ന നേരം ഈഴേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ട് വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗല സ്തുതികളും. ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സ്തുതിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരരുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ. ജനകൻ ജഗത് സ്വാമിയാകിയ ഭഗവാനെ ജനസംസദി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ. ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ. മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ. കൗതുകം ഉണ്ടായി വന്നു ചേതസി കൗശികനും. മൈഥിലി തന്നെ പിരിചാരികമാരും നിജ മാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാർ. സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷങ്ങളും അണിഞ്ഞു ശോഭയോടെ. സ്വർണമാലയും ധരിച്ചാദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി. വന്നുടൻ നേത്രോൽപലമാലയും ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ. മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനും ഏറ്റവും വിളങ്ങിനാൻ. ഭൂമിനന്ദനയ്ക്ക് അനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാബുദി തന്നിൽ വീണുടൻ മുഴുകിനാർ. മാനവ വീരൻ വാഴ്ത്തി നാശിയും ചൊല്ലിയിടിനാർ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാൻ, ഇരിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടനം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ. വിശ്വാമിത്രനും മിഥിലാധിപനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി ഭൂപാലൻ തന്നെ ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിസ്യന്തനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗ വാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി
ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യ ഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിതോ ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ. വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ധ്യനാം വസിഷ്ഠനെ തതനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യം മുർഗീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം. വസിഷ്ഠനാമാചാര്യ പാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു ശ്രീരാമപാദാംബോജ മനുജന്മാർ. തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നും ലക്ഷ്മണ പാദാംബോജം. പക്ഷസി ചേർത്തു താതൻ രാമനെ പുണർന്നിട്ടു. ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തു നൃപൻ. ജനകൻ ദശരഥൻ തന്നുടെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി. 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരോ മണ്ഡപമതും തീർത്തു മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാ രത്നമണ്ഡിത സ്തംഭ തോരണങ്ങളും നാട്ടി. രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത്യാ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം പേരിദുന്ദുഭി മുഖ്യവാദ്യ ഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. കൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടൻ ഉൾപുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഉപദേശ വിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ കേട്ടു ലക്ഷ്മണ കുമാരനും കാമ്യാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ട് വസിച്ചാരെല്ലാവരും. കൗശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാ വൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായി യുഴതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതു മൂലം. പുത്രിയായി വളർത്തു ഞാൻ ഇരിക്കും കാലത്തിങ്കൽ അത്ര നാരദൻ എഴുന്നള്ളിനാൻ ഒരു ദിനം. എന്നോട് മുനി താനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാ വൃത്താന്തം കേൾനീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവേന്ദ്രഗിരീന്ദ്രരുദ്രാദികൾ അർപ്പിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവതരിച്ചിതു. രാമനായി മായാമൃത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം. യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേശ്മനി തൽക്കാരണാൽ. സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്തം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു. പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ രാഘവനെങ്ങനെ കൊടുക്കാവൂ. ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്ന് മാനസേ തോന്നി. പന്നക വിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയാ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം. ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതീനെന്നോ പൃഥ്വി പാലകന്മാരും. ഉദതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാൽ ഉൽപ്പല നേത്രൻ തന്നെ പ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമനായ പുരുഷനെ നോക്കി തീൽപ്പാട് തെളിഞ്ഞുര ചെയ്തിതു ജനകനും. ആദ്യമേ സഫലമായി വന്നു മാനുഷ ജന്മം. കത്യോദായുധ സഹസ്രോദ്യോത രൂപത്തൊടും കത്യോദാന്വയെ പിറന്നൊരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ചീമൂതമെന്ന പോലെ. ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കണം മുക്തിയും ലഭിക്കണം. ത്വൽപാദാംബുജ ഗളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബു ധാരണം കൊണ്ടു സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജ ഗളിതാംബു ധാരണം കൊണ്ടു സ്വൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം വദം.
ത്വൽപാദാംബുജരജ സൃഷ്ടി കൊണ്ട് അഹല്യയും കിൽവിഷത്തോടു വേർപ്പെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. കരികൾ 610,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000. പത്തിയും 1,00,300 ദാസികളും വസ്ത്രങ്ങളും ദിവ്യങ്ങളായുള്ളതും ബഹുവിധം. മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം 100 കോടി കാഞ്ചന ഭാരങ്ങളും സീതാദേവിക്ക് കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമശമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പരിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ചിന്മയന്മായ മയനായ രാഘവൻ നിജ ധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനക ഭേരിതുര്യ കോശങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിരകാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വശിഷ്ടാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും വൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യക്കാമാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോട് നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം വെൺകൊറ്റക്കുട തഴവെൺ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാല വട്ടങ്ങളോടും ചെങ്കൊടി കൂറകൾ കൊണ്ട് അങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവ കുറഞ്ഞൊരു ഭീതി ഉണ്ടാകുമിപ്പോൾ പിന്നീട് അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടൂ. ഏതവും ഉണ്ടാകേണ്ട കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധീസുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നീലനീരധ നിഭ നിർമ്മല വർണ്ണത്തോടും നീലലോഹിത ശിഷ്യൻ ബടവാനല സമൻ വൃദ്ധനായ പരശുബാണായുധങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായ പങ്ക്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യാരെ പരിത്രാഹി മാം തപോനിധേ മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാപുദേ ക്ഷത്രിയാന്തക പരിത്രാഹി മാം ജമദഗ്നി പുത്ര മാം പരിത്രാഹി രേണുകാത്മജ വിഭോ പരശുപാണി പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവസമുദയ രക്തതീർത്ഥത്തിൽ കുളിച്ചാസ്തയാ പിതൃഗണ തർപ്പണം ചെയ്തനാഥ കാത്തുകൊള്ളുക തപോ വാരിതേ ഭൃഗൂപതേ കാൽ തളിരിന തവ ശരണം മമ വിഭോ. ഇത്തരം ദശരഥൻ ചൊന്നതാദരിയാതെ ബദ്ധരോഷേണ വന്നി ജ്വാല പൊങ്ങിയിടും വണ്ണം വക്രവും മധ്യാനാർക്ക മണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാൻ ഒഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ലുനില്ല രക്ഷണം എന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടോ ഒരു ചാപം വൈഷ്ണവം മഹാസാരം. ക്ഷത്രിയ കുലജാതനാകിൽ നീതു കൊണ്ടു സത്വരം പ്രയോഗിക്കൽ നിന്നോട് യുദ്ധം ചെയ്വൻ. അല്ലാകിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും. ക്ഷത്രിയ കുലാന്തകൻ ഞാനെന്നതറിഞ്ഞീലേ ശത്രുത്വം തമ്മിൽ പണ്ടേയുണ്ടെന്നോർക്ക നീ. രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും
അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരിയും ഒന്നു കലങ്ങി മറിഞ്ഞിതോ. എന്തൊന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും. പങ്ക്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേപതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും. മുക്തഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു. ചൊല്ലിടും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ള ദൂതബോനിധേ. സ്വാശ്രമകുലധർമ്മം എങ്ങനെ പാലിക്കുന്നു? നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ. അന്ധനായിരിക്കൊരു പാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കുകയും ചെയ്തേൻ ശസ്ത്രാസ്ത്രപ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും. ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല, ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ. അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിത മതോ മൂലം. വില്ലിങ്ങു തന്നാലും ഞാനാകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാകവേണ്ട. സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതി രാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ വരൻ ചന്ദ്രചൂടാരവിന്ദ മന്ദിര മഹേന്ദ്രാദി വൃന്ദാരകേന്ദ്ര മുനി വൃന്ദവന്ദിതൻ ദേവൻ. മന്ദഹാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥ നന്ദനൻ വില്ലും വാങ്ങി. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു. കുലച്ചു ബാണമേഘം എടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൻ നിന്നിതു ജിതശ്രമം. ചോദിച്ചു ഭൃഗപതി തന്നോടു രഘുപതി മോദത്തോടരുളി ചെയ്തിടണം ദയാനിധേ. മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടി തന്നീട വേണം. ശ്രീരാമവചനം കേട്ടന്നേരം ഭാർഗവനും ആരൂഢം ആനന്ദമതിനുത്തരം അരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപദേ ശ്രീരമണാത്മാ രാമ ലോക ശ്രീരാമ വിഷ്ണു ശ്രീരാമ ശ്രീരാമ സൃഷ്ടി സ്ഥിതി പ്രളയ രാമ രാമ കൗസല്യാത്മജാഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യ വാരാനിധേ. തീർത്ഥത്തിങ്കൽ ചെന്ന് എത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേൻ ചിരം. ഉഗ്രമാം തപസ്സു കൊണ്ട് ഇന്ദ്രിയങ്ങളെയെല്ലാം നിഗ്രഹിച്ചനു ദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി വൈകുണ്ഠൻ നാരായണൻ ജിഷ്ണു സേവിതൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാധവൻ പ്രസാദിച്ചു മൽപുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായി. பருப்பு தேங்காய் அவ்வளவுதான் இருக்கு, ஃபுல்லா இல்ல. நான் மேல அதுக்கு அந்த கவர் எல்லாம் அமிச்சா தெரியாது உள்ள என்ன இருக்குன்னு. ரங்காட்ட 2 வாங்கியாச்சு வெளியில உள்ள